ഗൗതം അദാനിക്കെതിരായ അമേരിക്കൻ കോടതിയിലെ വഞ്ചനാ കേസ് ഉന്നയിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ചർച്ച സാധ്യമാക്കാതെ പ്രവർത്തനം സുഗമമാകില്ലെന്ന് ഇന്ത്യ മുന്നണി വ്യക്തമാക്കി. സഭയിൽ മണിപ്പൂർ വിഷയങ്ങൾ ഉന്നയിച്ചും പ്രതിപക്ഷ എംപിമാർ ബഹളം വെച്ചു. സഭാ ചട്ടങ്ങൾ പ്രതിപക്ഷം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകർ കുറ്റപ്പെടുത്തി. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും തിങ്കളാഴ്ച വരെ പിരിയും. प्रश्नकाल क्वेश्चन नंबर 61 श्री अजय कुमार मंडल। माननीय सदस्य प्रश्न पूछे। माननीय सदस्य along with us the state government, and accordingly a target has been set which we are implementing. देश की जनता चाहती है सदन चले। Rule 267 is being weaponized as a mechanism of disruption and disruption from our normal working. There are very senior members. This cannot be appreciated. I express my deep anguish. Nothing going on record. My absolute pain. We are creating a very bad precedent. We are dishonoring the people of this country. We are not coming up to the expectations. Our actions are not people-centric. They are to absolute public distaste. We are getting into irrelevance. People are ridiculing us. We have virtually become laughing stock. I appeal to you. Please, the House stands adjourned to meet at 11 a.m. on Monday, the 2nd December 2024. രാധാകൃഷ്ണൻ ചേരുന്നു ദില്ലിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, ഒരു തരത്തിലും സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം പ്രതിപക്ഷം സ്തംഭിപ്പിക്കുകയാണ് പാർലമെന്റിന്റെ ഇരുസഭകളും. അദാനി വിഷയത്തിൽ ചർച്ച അത് മാത്രമാണ് പോംവഴി എന്നാണ് പറയുന്നത്. ഇതിൽ അദാനി അറസ്റ്റ് ചെയ്യണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ AICC ആസ്ഥാനത്ത് യോഗം ചേരുന്നുണ്ട്. തുടർ സമരപരിപാടികൾ തീരുമാനിക്കുകയും ചെയ്തു. ഏതായാലും വരും ദിവസങ്ങളിലും ഇതുതന്നെയായിരിക്കും പാർലമെന്റിന്റെ അവസ്ഥ എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടുമാണ്. വിനീതയുടെ നിരീക്ഷണം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന വിധത്തിലാണ് കോൺഗ്രസിന്റെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം. ഇതിൽ ഇന്ന് രാജ്യസഭാ ചെയർമാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ പ്രതികരണം അത് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ ആയിരിക്കുകയാണ്. റൂൾ 267 പ്രതിപക്ഷം ഉപയോഗിക്കുന്നത് പാർലമെന്റ് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കാൻ നൽകിയിരിക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള അവകാശം അതിനെ ദുരുപയോഗിക്കുകയാണ് പ്രതിപക്ഷം എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പ്രതിപക്ഷ നിരയ്ക്ക് നേരെ ഇന്ന് ചെയർമാൻ തൊടുത്തുവിട്ടത്. ഇത് വലിയ രീതിയിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ആ വിഷയത്തിലടക്കം അടുത്ത ദിവസങ്ങളിൽ പ്രതിഷേധം ഉയർത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഇനി ശനി ഞായർ ദിവസങ്ങളാണ്. ഈ ശനി ഞായർ ദിവസങ്ങളിൽ സഭയില്ല. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച മാത്രമാണ് സഭ ചേരുക. ലോക്സഭയിലും രാജ്യസഭയിലും ഒരേ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് രാവിലെ നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യ മുന്നണിയിലെ തന്നെ ചില ഘടകകക്ഷികൾ, അത് തൃണമൂൽ കോൺഗ്രസും NCP ശരത് പവാർ വിഭാഗവും ഈ വിധത്തിൽ ഈ പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നതിന് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ആ രണ്ട് ഘടകകക്ഷികളുടെ എതിർപ്പിനെ വകവയ്ക്കാതെയാണ് മറ്റു ഘടകകക്ഷികൾ, അത് കോൺഗ്രസ്, CPM, CPI അടക്കമുള്ള ഘടകകക്ഷികൾ ഈ അദാനി വിഷയവും ഒപ്പം സംബാൽ അടക്കമുള്ള വിഷയം റഹീമിനെ അടക്കം CPMലെ റഹീം രാജ്യസഭയിൽ ഈ സംബാൽ വിഷയം അടക്കമുള്ളവ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അങ്ങനെ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വിവിധ വിഷയങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ന് ഇരുസഭകളിലും ഉണ്ടായി. അതിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് സഭാ നടപടികൾ തടസ്സപ്പെട്ടത്. ചോദ്യോത്തരവേളയോ ശൂന്യവേളയോ പോലും നടത്താൻ പറ്റാത്ത വിധത്തിലേക്ക് ഈ ബില്ലുകൾ പാസ്സായില്ല എന്നതിലുപരിയായിട്ട് ചോദ്യോത്തരവേള പോലും നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധത്തിലാണ് ഈ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു സാഹചര്യം രണ്ട് സഭകളിലും ഉണ്ടായത്. അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചകൾക്ക് സർക്കാർ പല സാധ്യതകളും തേടിയിരുന്നു എങ്കിലും ഇന്ന് അതിനുള്ള ഒരു അവസരവും പ്രതിപക്ഷം നൽകിയില്ല, അഥവാ അതിന് തയ്യാറായില്ല പ്രതിപക്ഷം എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നതിൻ്റെ ഒരു സൂചന കൂടിയായി നമുക്കിതിനെ പരിഗണിക്കാം. വളരെ പ്രധാനപ്പെട്ട സമ്മേളനമാണ്. വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ പാസ്സാകേണ്ടതുണ്ട്. നിയമനിർമ്മാണ നടപടികൾ ഒന്നും ഇതുവരെ ഈ 4 ദിവസമായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതും ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഗുരുതരമായ വിഷയം തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാധാകൃഷ്ണനാണ് ദില്ലിയിൽ നിന്നും അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.